വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്നാൽ യാതൊരു ഗുണവുമില്ലാത്ത കുറച്ച് ടെക്നോളജി അപ്ഗ്രേഡ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ടെക്നോളജി അപ്ഗ്രേഡ്സ് നിങ്ങളിൽ പലരും ചിലപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടാവും. യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ്ലി നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ചെയ്യാൻ മറക്കണ്ട. സോ ഗൈസ്, without wasting much time, this is Prashant and you're watching GeekBoZ TV. Number 1 worst technology upgrade, RGB gaming chair. സത്യം പറഞ്ഞാൽ ഗെയിമിംഗ് ചെയേഴ്സിൽ RGB എന്തിനാ? ഹലോ നമസ്കാരം, ഞാനൊരു ടെക് എക്സ്പെർട്ട് ആണ്. എന്റെയും കൂടെ അഭിപ്രായം നിങ്ങൾ കേട്ട് നോക്ക്. എടാ മണ്ട, ഗെയിമിംഗ് ചെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം റാമില് ലൈറ്റ്, ലിക്വിഡ് കൂളറിൽ ലൈറ്റ്, ക്യാബിനറ്റിൽ ലൈറ്റ്, എല്ലായിടത്തും ലൈറ്റ് ഉണ്ടല്ലോ. ഈ ചെയറിലും കൂടെ അങ്ങ് ലൈറ്റ് ആയിക്കോ, ഫുള്ള് കളർ ആയിക്കോട്ടെ. അത് ഓക്കെ. ഇപ്പം റാമിലും ഈ SSD ഉൾപ്പെടെ ലൈറ്റ്, ക്യാബിനറ്റ് ഫുള്ള് ലൈറ്റ് ആണ്. അപ്പൊ ഈ ചെയറിലെ ലൈറ്റ് അതെങ്ങനെ പവർ ചെയ്യും? എടാ, ഈ USB കേബിള് അതിനാണ് ഈ സാധനം വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഗെയിമിംഗ് PC അല്ലേ യൂസ് ചെയ്യുന്നത്, ഗെയിമിംഗ് PC തന്നെ എടുത്ത് കണക്ട് ചെയ്യുക. അതിന്റെ USB പോർട്ടില് ഫ്രണ്ട് പോർട്ട് ആകുമ്പോഴത്തേക്ക് ലെങ്ത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. അതിൽ തന്നെ കണക്ട് ചെയ്യുക. അമ്മ പക്കയായിട്ട് ലൈറ്റ് ഒക്കെ എറിഞ്ഞു നിൽക്കും, ഫുള്ള് കളർ ആയിരിക്കും. അപ്പം അത് കാണാനും മേലൊക്കെ PC ഉള്ള USB പോർട്ട് കണക്ട് ചെയ്യാം അല്ലേ. അപ്പം പിന്നെ നമ്മളിപ്പോ ചെയർ അല്ലേ, ചെയർ ആകുമ്പോൾ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങുമല്ലോ. അങ്ങനെ നീങ്ങുന്ന സമയത്ത് PC പിറകെ വരുമോ അതോ പവർ സോഴ്സ് പിറകെ വരുമോ? പറഞ്ഞല്ലോ, അത് ശരിയാണല്ലോ. PC പിറകെ എന്തായാലും പോകാൻ പറ്റില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും, ലാപ്ടോപ്പ് ആയിക്കോട്ടെ. ഗെയിമിംഗ് ലാപ്ടോപ്പ് ആകുമ്പോൾ നിനക്ക് ലാപ്ടോപ്പ് ഇരുന്ന് കളിക്കാമല്ലോ. ഗെയിമും കളിക്കാൻ ഗെയിമിംഗിൽ ഫുള്ള് ലൈറ്റ് ഇല്ലേ, അവിടെയും ലൈറ്റ് ഇവിടെയും ലൈറ്റ്, ചെയറിലും എല്ലാത്തിനും ലൈറ്റ് ആയിരിക്കും. ജില്ല കഴിക്കും. ലാപ്ടോപ്പ് യൂസേഴ്സിനാണല്ലേ ഈ ഗെയിമിംഗ് ചെയർസ്, അതും RGB ടൈപ്പിലുള്ള ഗെയിമിംഗ് ചെയർസ് റെക്കമെൻഡ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ലാപ്ടോപ്പിന്റെ പൊതുവേ ഉള്ളൊരു എന്താ പറയുക, യൂസ് തന്നെ മൊബിലിറ്റിയാണ്. നമ്മൾ കൊണ്ടുവരുന്ന ഉപയോഗിക്കുക. അപ്പോൾ ചെയർ അതിൻ്റെ കൂടെ നമ്മൾ കൊണ്ടു നടക്കണം ഈ ലൈറ്റ് കത്തിക്കാനായിട്ട്. ഗൈസ്, അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ എന്താ പറയുക, സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. ഗെയിമിംഗ് ചെയർസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ പർപ്പസ് തന്നെ ഇരിക്കാൻ ഏറ്റവും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണം. കുറേ സമയം നിങ്ങൾ സ്ട്രീം ചെയ്യുകയാണെങ്കിലോ ഗെയിം എഡിറ്റിങ്ങോ വീഡിയോ എഡിറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്യാനാണ് കൂടുതൽ ആൾക്കാരും ഗെയിമിംഗ് ചെയർസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ RGB ഗെയിമിംഗ് ചെയർസ് എടുത്തിട്ട് നിങ്ങൾ അതിന്റെ പവർ സോഴ്സ് കറക്റ്റ് കണക്ട് ചെയ്ത് അതിങ്ങനെ എലോങ്കേറ്റഡ് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ചൂസ് ചെയ്യുമ്പോൾ വളരെ ബെസ്റ്റ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചെയർ യൂസ് ചെയ്യുക. അതൊരു ഗെയിമിംഗ് ചെയർ എന്ന് തന്നെ വേണമെന്ന് പോലും ഇല്ല. ഓഫീസ് ചെയർസ് സത്യം പറഞ്ഞാൽ ഗെയിമിംഗ് ചെയർസിനൊക്കെ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയർ ഇരുന്നിട്ട് എടുത്ത് നോക്കുക. എടാ, നമ്മുടെ ഈ പയ്യൻ പറയുന്നതിനും കാര്യമുണ്ട്. എന്താണ് ദിവസം നമ്മൾ ഇതിനെ പറ്റി ആലോചിക്കുന്നത്? രണ്ടാമത്തെ വേഴ്സ്റ്റ് ടെക്നോളജി അപ്ഗ്രേഡ് എന്താണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. രണ്ടാമത്തെ അപ്ഗ്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നല്ല, ഫ്രീ ഫയർ ആയാലും PUBG ആയാലും നിങ്ങൾ GTA പോലത്തെ കാഷ്വൽ ഗെയിംസ് കളിക്കാൻ RTX 3090 വരെ അപ്ഗ്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിന്റെ ആവശ്യം നിങ്ങൾക്കുണ്ടോ? എടാ, നീ ഗെയിമിംഗ് ചെയർ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ശരി അത് വിട്ടു തന്നു. 3090 എടുത്തു കഴിഞ്ഞാൽ FPS കൂടുതൽ കിട്ടും. അത് ആർക്കാ അറിഞ്ഞൂടാത്ത? എടാ നാസ അതിന്റെ പറഞ്ഞു കൊടുക്കണം. ശരിയാണ്, ഗ്രാഫിക്സ് കാർഡ് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ FPS കിട്ടും. പക്ഷെ ഫ്രീ ഫയറും PUBGയും മൊബൈലിൽ സ്ട്രീം ചെയ്യുന്നതാണ്. മൊബൈൽ സ്ട്രീം ചെയ്യുമ്പോൾ നിങ്ങൾ എൽഗാറ്റ വീഡിയോയിൽ സ്ട്രീം ചെയ്യണേ, അതിനെന്താണ് FPS? പിന്നെ GTA എന്ന് പറയുന്ന ഒരു കാഷ്വൽ ഗെയിമിംഗ് ആണ്. അതിലിപ്പോൾ റോൾ പ്ലേ കളിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് കുറച്ചധികം FPS കിട്ടിയാൽ മതിയാവും. എന്നാൽ കോമ്പറ്റീറ്റീവ് ഗെയിംസിനാണ് കൂടുതൽ FPS വേണ്ടി വരുന്നത്, അതല്ലേ? ഫ്രീ ഫയറും PUBGയും കളിക്കാൻ സത്യം പറഞ്ഞാൽ 3090 ആവശ്യമില്ല. ഇനിയിപ്പോൾ GTA 5 അല്ലാതെ വേറെ കുറെ ഗെയിംസ് ഉണ്ടല്ലോ, അതിനൊക്കെ യൂസ് ചെയ്യാതിരിക്കും അല്ലേ. ഈവൻ 3070 3080 പോലും ഡീസന്റ് FPS നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എന്തിന് 3090 പോലത്തെ, അതും ഇങ്ങനത്തെ ഗെയിംസ് കളിക്കാൻ നിങ്ങൾ എന്തിനാ 3090 അപ്ഗ്രേഡ് ചെയ്യണം? എൻ്റെ അഭിപ്രായത്തിൽ അതൊരു വേഴ്സ്റ്റ് ടെക്നോളജി അപ്ഗ്രേഡ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. നിങ്ങൾ 3090 ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അത് യൂസ് ചെയ്തിട്ട് കൃത്യമായിട്ട് അതിന്റെ FPS കിട്ടുന്നുണ്ട്, അല്ലെ അതിന്റെ ഗുണം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ട. കാരണം എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ ഒരിക്കലും ഒരു ഗെയിമറിന്, എസ്പെഷ്യലി PUBG ആയാലും നമ്മൾ ഫ്രീ ഫയർ ആയാലും അങ്ങനത്തെ ഗെയിംസ് കളിക്കുന്ന ആൾക്കാർ, എസ്പെഷ്യലി സ്ട്രീം ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ ഒരിക്കലും 3090 റെക്കമെൻഡ് ചെയ്യുന്നില്ല. അവിടെ 3070 ആൻഡ് എബോവ് 3070 Ti വരെയൊക്കെ മാക്സിമം അതിന്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. ഇനി നിങ്ങൾക്കത് അപ്ഗ്രേഡ് അതിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. മൂന്നാമത്തെ ടെക്നോളജി അപ്ഗ്രേഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. പൊതുവേ മോണിറ്റേഴ്സിൽ, ബഡ്ജറ്റ് മോണിറ്റേഴ്സിൽ കണ്ടുവരുന്ന ഒരു ഫീച്ചറാണ് FreeSync. AMD FreeSync. ഈ AMD FreeSync നിങ്ങൾ യൂസ് ചെയ്യാറുണ്ട്? എടാ, AMD FreeSync ഉണ്ടെങ്കിൽ ഇൻപുട്ട് ലാറ്റൻസിയും പിന്നെ സ്ക്രീൻ സ്റ്റിയറിങ്ങും സ്റ്റട്ടറിങ്ങും അതൊക്കെ കട്ട് ചെയ്തൂടെ? AMDയുടെ കാർഡ് വെച്ച് നിങ്ങൾക്ക് പൊളിയായിട്ട് ഗെയിമും കളിക്കാം. FreeSync യൂസ് ചെയ്തോ? ഗൈസ്, AMDയുടെ കാർഡ് ഉപയോഗിച്ചാൽ AMDയുടെ FreeSync ഉപയോഗിക്കാം. അപ്പം NVIDIAയുടെ കാർഡ് ഉപയോഗിക്കുന്നവർക്ക് AMDയുടെ FreeSync വെച്ച് എന്ത് ഗുണം?
എൻ്റെ അഭിപ്രായത്തിലില്ല. കാരണം AMD കാർഡ്സ് വെച്ച് യൂസ് ചെയ്യുന്ന എത്ര പേര്, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേരുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇനി ആ AMD കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഫ്രീസിംഗ് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളവർ കമന്റ് ചെയ്യാം. അതേപോലെ തന്നെ NVIDIA കാർഡ്സ് ഉപയോഗിക്കുന്ന ഇപ്പോൾ GTX 1050, 1650 മുകളിലുള്ള RTX 3050, 3060 എന്നീ കാർഡ്സ് ആണ് കൂടുതൽ ഗെയിമേഴ്സും കേരളത്തിൽ എസ്പെഷ്യലി പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് എന്തായാലും ഈ ഒരു ഫ്രീസിംഗ് കൊണ്ട് യാതൊരു ഗുണവുമില്ല. അത് ടെക്നോളജി അപ്ഗ്രേഡ് ആയിട്ട് കണക്കാക്കുകയാണ് നിങ്ങളെങ്കിൽ ഐ എം റിയലി സോറി. നാലാമത്തെ ടെക്നോളജി അപ്ഗ്രേഡ് എന്താണെന്നായിരിക്കും, ഒരു 10 തൊട്ട് 15 പ്രോഗ്രാമബിൾ കീസ് ഉള്ള ഗെയിമിംഗ് മൗസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ? എന്തിനായിരിക്കും? എടാ 10-11 കീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പീക്ക് ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് ത്രോബിൾസും ഗ്രനേഡും എല്ലാം ഈ 11 കീസിൽ സെറ്റ് ചെയ്ത് വെച്ചൂടെ? ഗെയിം കളിക്കുമ്പോൾ കീബോർഡ് ഇടം തപ്പണ്ടല്ലോ, മൗസ് മാത്രം ഉപയോഗിച്ച് കളിക്കാമല്ലോ. അതായിക്കോട്ടെ, 16 അല്ലെങ്കിൽ 11 കീസ് ഉള്ള ലോജിടെക്കിന് G502 പോലത്തെ മൗസസ് ഉണ്ടല്ലോ. അതിൽ ഈ 11 കീസും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ത്രോബിൾസും ഗ്രനേഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇടുന്നുണ്ടോ? അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പോലും അത് ഈ 5 വിരൽ വെച്ച് നിങ്ങൾ എങ്ങനെ ചെയ്യാനാണ്? തമ്പ് വെച്ച് 2 കീസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. ബാക്കി പിന്നെ 4 വിരലല്ലേ ഉള്ളൂ. 4 വിരലും കൂടെ മൗസിൽ എങ്ങനെയാ വെക്കുക എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ അതൊരു വേഴ്സ്റ്റ് ടെക്നോളജി അപ്ഗ്രേഡ് ആയിട്ടായിരിക്കും ഞാൻ കണക്കാക്കുന്നത്. കാരണം ഈ സ്പോർട്സ് റേഞ്ചിലുള്ള പ്രൊഫഷണൽ രീതിയിലുള്ള സോവി പോലത്തെ മൗസുകൾക്കും റേസറിന്റെ ഫേമസ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് ആൻഡ് ആയിട്ടുള്ള വൈപ്പർ സീരീസ് മൗസുകൾക്കായിക്കോട്ടെ, മാക്സിമം പോയി കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക്, ലെഫ്റ്റ് ക്ലിക്ക്, സ്ക്രോള്, പിന്നെ നമ്മുടെ തമ്പ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫോർവേഡ് ബാക്ക്വേർഡ് ആയിട്ടുള്ള 2 കീസാണ് ഉള്ളത്. അപ്പോൾ ഇത്രയും ഒരു 5 കീസ് പ്രോഗ്രാമബിൾ കീസ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ സ്പോർട്സ് പോലും പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അവിടെ 11 കീസും അതിന് മുകളിലുള്ള കീസൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് എനിക്കറിയില്ല. കാരണം ഇനി ഇൻ കേസ് G502 ബിഗ് ഫാൻ ബോയ്സ് ചിലപ്പോൾ ഉണ്ടാവും, വാലറന്റ് കളിക്കുന്നവരും എപെക്സ് കളിക്കുന്നവർക്കും അത് യൂസും ഉണ്ടാവും. പക്ഷെ ഈ 11 പ്രോഗ്രാമബിൾ കീസും കൃത്യമായിട്ട് എല്ലാ ഗെയിംസിലും അല്ലെങ്കിൽ നിങ്ങൾ കളിക്കുന്ന ഗെയിംസിൽ 11 കീസും യൂസ് ചെയ്തിട്ടുള്ളവർ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ലെജൻഡ് ആയിരിക്കും. അങ്ങനത്തെ ലെജൻഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഗൈസ്, 5ാമത്തെ വേഴ്സ്റ്റ് ടെക്നോളജി അപ്ഗ്രേഡ് എന്നതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. അത് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ അപ്ഗ്രേഡുകൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ 5ാമത്തെ വേഴ്സ്റ്റ് അപ്ഗ്രേഡിലോട്ട് നമുക്ക് പോവാം. 5ാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ARGB ഫാൻസ് ഓൺ PSU. എടാ, നിങ്ങൾക്ക് ഇപ്പൊ ക്യാബിനറ്റിൽ ഫാനിന് ലൈറ്റ് വേണം, ഇനി റാമിൽ ലൈറ്റ് വേണം, എല്ലാത്തിനും ലൈറ്റ് ആയില്ലേ? ഈവൻ ചെയറിൽ പോലും ലൈറ്റ് ഇല്ലേ? ഇനി ഒരു PSUലല്ലേ ലൈറ്റ് വേണ്ടുള്ളൂ, ലൈറ്റ് ഇട്ടോട്ടെ. അതിലും കൂടെ ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗുമ്മനായിരിക്കില്ലേ? അത് ഓക്കെ. പക്ഷെ ഈ PSU എന്ന് പറയുന്ന സാധനം പൊതുവെ ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ ജനറേഷൻ ക്യാബിനറ്റ്സും താഴെയാണ് യൂസ് ചെയ്യുന്നത്. താഴെ ബോട്ടം PSU റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ഈ ഫാനും താഴെ തന്നെ ആയിരിക്കില്ലേ വരിക? എടാ, ഫാൻ എന്ന് പറയുമ്പോൾ RGB ഫാന് PSUനകത്ത് തന്നെ ഇരിക്കുന്നത്. അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലുക്കില്ലേ, PCയുടെ ഫുൾ ലുക്ക് ഒന്നും മാറില്ലേ? ഗൈസ്, എന്ത് മണ്ടൻ ഡിസിഷനാണ് ഇതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വേറൊന്നുമല്ല, ഈ ഫാൻ എന്ന് പറയുന്നത് PSUന്റെ താഴെയാണ് വരുന്നത്. അത് കവർ ചെയ്യാനായിട്ട് ആൾറെഡി ഒരു ഷൗഡ് ഉണ്ട്, PSU ഷൗഡ് അല്ലെങ്കിൽ PSU ബേ എന്ന് പറയുന്ന സംഭവം ഉണ്ട് പൊതുവെയുള്ള എല്ലാ ക്യാബിനറ്റ്സിലും. അപ്പൊ PSUന്റെ കേബിളും കാണാൻ പറ്റില്ല, PSUയെ കാണാൻ പറ്റില്ല, ഏത് ബ്രാൻഡാന്ന് പോലും. അപ്പൊ എങ്ങനെയാണ് ഈ ഫാൻ? അപ്പൊ ഇനി CPU കമത്തി വെക്കുവോ ലൈറ്റ് കാണാൻ വേണ്ടി? എനിക്കറിയില്ല. അപ്പൊ നിങ്ങൾ അങ്ങനെ PSUല് ലൈറ്റുള്ള ഫാൻസിൽ PSU ഫാൻസിൽ ലൈറ്റ് ARGB ലൈറ്റ് ഉള്ള ഏതെങ്കിലും മോഡൽസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ചെയ്യാൻ മറക്കണ്ട. അതിന്റെ കറക്റ്റ് ആയിട്ട് യൂസ് അല്ലെങ്കിൽ അതിന്റെ ബ്യൂട്ടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് നിങ്ങളുടെ ക്യാബിനറ്റ് ഡിസൈൻ ചെയ്യുന്നെങ്കിൽ ഓക്കെ. അല്ലാത്ത ആൾക്കാർ കമന്റ് ചെയ്യാൻ മറക്കണ്ട. എന്തുകൊണ്ടാണ് ഈ ഫാനിലൊക്കെ ലൈറ്റ്? എല്ലായിടത്തും RGB ആണല്ലോ, ഗെയിമിംഗ് ചെയറിൽ വരെ RGB. ഇനി എന്തുവാണ്? ഇനി എനിക്ക് തോന്നുന്നു മോണിറ്ററിന്റെ ബീഡിങ്ങിന് വേണമെങ്കിൽ RGB ആക്കാം. ഡിസ്പ്ലേയുടെ സൈഡിൽ കുറച്ച് RGB ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഫുള്ള് RGB മയമാണ്. മൊത്തത്തിൽ എടുത്തങ്ങ് വാരിയാണ് RGBക്ക് ഒരു വിലയില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ. ഗെയിമേഴ്സ് എന്ന് പറഞ്ഞാൽ RGBയിൽ ഇഷ്ടപ്പെട്ട നിങ്ങൾ ബ്ലൈൻഡ്ലി ഒന്നും ചാടരുത്. കാരണം ARGB ലൈറ്റ് കൊണ്ട് നിങ്ങളുടെ പെർഫോമൻസോ FPS ഒന്നും ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. അതൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇതുപോലത്തെ അപ്ഗ്രേഡ്സ് വന്നിട്ട് പെട്ടുപോയിട്ടുണ്ടെങ്കിലോ കമന്റ് ചെയ്യാൻ. ഇതുപോലെ ടെക്നോളജി അപ്ഗ്രേഡ് പലരും ചെയ്യുന്നത് ചില പെടാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. സോ ഗൈസ്, നമ്മുടെ Instagram ഫോളോ ചെയ്യുക, ഡിസ്കോഡ് ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ വീഡിയോസുമായിട്ട് ഇനിയും നമ്മൾ വരുന്നുണ്ടാവും. അടുത്ത വീഡിയോ കാണുമ്പോൾ പ്രശാന്താവി സൈനിങ് ഓഫ്. ഈ പയ്യൻ പറയുന്നതിനും കുറേയൊക്കെ കറക്റ്റ് ഉണ്ട് കേട്ടോ. വേറൊന്നുമല്ല, ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ എന്തുകൊണ്ടാണ് ഞാൻ ആലോചിക്കുക. ചേട്ടാ ദാസ, എനിക്കാണ് ഇവിടെ, നിനക്കെല്ലാം അറിയാമോ?
എന്തായാലും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഗൈസ്, കമന്റ് ചെയ്യും. അങ്ങനെയെങ്കിലും നമ്മുടെ ആൾക്കാർ കുറച്ച് അറിവ് വെക്കട്ടെ.